വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ വിമർശനത്തിന് മറുപടിയുമായി ജോസ് കെ മാണി MP. നാളെ മുതൽ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണം എന്നല്ല പറഞ്ഞത്. ഉപദ്രവകാരികളായ വന്യമൃഗങ്ങളെ വെടിവെക്കുന്നതിനുള്ള നിയമഭേദഗതി കൊണ്ടുവരണം. നിയമഭേദഗതിക്കായി താൻ പാർലമെന്റിൽ പോരാട്ടം നടത്തുന്നുണ്ട്. വന്യമൃഗങ്ങൾ മനുഷ്യനെ ആക്രമിച്ചു കൊല്ലുമ്പോഴും സംരക്ഷണം നൽകുന്നത് വന്യമൃഗങ്ങൾക്കാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. പുറത്തേക്ക് വന്ന് നമ്മളെ ആക്രമിച്ച് കൊലപ്പെടുത്തുമ്പോൾ സംരക്ഷണം കൊടുക്കുന്നത് വന്യമൃഗത്തിനാണ്. അതിനകത്ത് എന്തെങ്കിലും ലോജിക്കുണ്ടോ? ഇല്ല. പക്ഷെ നിയമം അങ്ങനെ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഈ പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെല്ലാം വന്യമൃഗത്തിനെ സംരക്ഷിക്കും. ആരെങ്കിലും സ്വയം സംരക്ഷണത്തിന് വേണ്ടി ഈ വന്യമൃഗത്തിനെ കൊലപ്പെടുത്തിയാൽ നമ്മൾ ജയിലിൽ പോകും. അപ്പോൾ അതിനൊരു നിയമ ഭേദഗതി നടത്തണം എന്നുള്ളത് മാത്രമല്ല എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് നിയമം അതിനെ അനുവദിക്കുന്നില്ല. പക്ഷേ ഒരു വന്യമൃഗം നമ്മുടെ നാട്ടിലേക്ക് വന്ന് നമ്മുടെ ഒരു ജനത്തിനെ കൊലപ്പെടുത്തുവാൻ വരുമ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി വെടിവെക്കണം. അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ നിയമ ഭേദഗതി ആവശ്യമാണ്. ഞാനിത് കേട്ടിട്ട് നാളെ പോയി വെടിവെക്കാനായിട്ടല്ല. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, നിയമത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് പറയേണ്ടടുത്ത് പറയണം എന്നുള്ള ജോസ് കെ മാണിക്കുള്ള വനമന്ത്രിയുടെ മറുപടി നമ്മൾ നേരത്തെ കേട്ടിരുന്നു. അതിന് പിന്നാലെ താൻ പറഞ്ഞത് എന്താണ് എന്നുള്ളത് അല്പം കൂടി വിശദീകരിക്കുന്നു ജോസ് കെ മാണി. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയാണ് സൂരജ്? ടി.കെ. പറയേണ്ടിടത്ത് പറഞ്ഞു എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ജോസ് കെ മാണി പ്രതികരണത്തിലൂടെ നടത്തുന്നത്. രാവിലെയാണ് ഇത്തരത്തിൽ വനമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാകുന്നത്. അതായത് ജോസ് കെ മാണി പറഞ്ഞത് മനുഷ്യരെ ആക്രമിക്കുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. ഇതിലായിരുന്നു വനമന്ത്രി പറഞ്ഞത്. ജോസ് കെ മാണിയുടെ പ്രതികരണം നല്ലതാണ്, പക്ഷേ അത് പറയേണ്ടിടത്ത് പറയണം. നിയമ ഭേദഗതി എന്നതാണ് ഇതിന് പ്രധാന പരിഹാരം എന്നുള്ളതായിരുന്നു വനമന്ത്രി രാവിലെ ചൂണ്ടിക്കാണിച്ചത്. ഇതിന് മറുപടിയുമായാണ് ഇന്ന് ചാലക്കുടിയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ ഈ ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 7 വർഷത്തോളമായി ഈ വന്യജീവി സംരക്ഷണ നിയമത്തിനെതിരെ താൻ പാർലമെന്റിൽ പോരാട്ടം നടത്തുകയാണ്. നിയമത്തിൽ ഭേദഗതി അനിവാര്യമാണ്. കാരണം വന്യജീവികൾ മനുഷ്യനെ ആക്രമിച്ചാൽ അതിന് ഒരു തരത്തിലുള്ള നടപടിയുമില്ല. അതേസമയം മനുഷ്യൻ വന്യജീവികളെ ആക്രമിച്ചാൽ അത് വലിയ കുറ്റമായി മാറുന്ന ഒരു സാഹചര്യമാണ്. സ്വയരക്ഷയ്ക്ക് പോലും വന്യജീവി ആക്രമണം തടയുന്ന തരത്തിലേക്ക് മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ ഈ മനുഷ്യരെ ആക്രമിക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് വേണം. അതിന് വേണ്ട നിയമ ഭേദഗതിയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് ജോസ് കെ മാണി ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉപദ്രവകാരികളായ മൃഗങ്ങളെ വെടിവെക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണം. കാരണം മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും പോലും മൃഗങ്ങൾ ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമാണെന്ന് കൂടി അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അതായത് ഇന്ന് വനമന്ത്രി ചൂണ്ടിക്കാണിച്ചതിൽ പ്രധാന പോരായ്മകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഈ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് മാത്രമല്ല, അവർ ജനങ്ങളെ ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ആ പ്രധാന പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു വിമർശനം കൂടി ജോസ് കെ മാണി ഉന്നയിക്കുന്നുണ്ട്. വന്യമൃഗം മനുഷ്യനെ ആക്രമിച്ച് കൊലപ്പെടുത്തുമ്പോഴും സംരക്ഷണം നൽകുന്നത് വന്യമൃഗത്തിനാണ് എന്നുകൂടി എന്തായാലും ഇദ്ദേഹം പരിഹസിക്കുന്നു. രാവിലെ വനമന്ത്രി നടത്തിയ പ്രതികരണം, അതായത് പറയേണ്ടിടത്ത് പറയണം എന്നതിന് പറയേണ്ടിടത്ത് പറഞ്ഞു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ജോസ് കെ മാണി. ടി.കെ.